പ്രിയമുള്ളവരെ, ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളിൽ എഴുതി ചേർത്ത 100 വർഷങ്ങൾ, ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകി നമ്മുടെ വിദ്യാലയം ഏറെ അഭിമാനത്തോടെയാണ്, അതിലേറെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഈ 100ാം വർഷത്തിലും നിലകൊള്ളുന്നത്. 1926 ശ്രീ നല്ലൂർ ചിന്നകെട്ടുമേനോൻ സ്ഥാപക മാനേജറായി തുടങ്ങിയ ഏകാധ്യാപക വിദ്യാലയം പിന്നീട് ശ്രീ വാഴക്കുത്ത് കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ അധ്യാപക ശ്രേഷ്ഠരുടെയും ശക്തമായ മാനേജ്മെൻറ്റിൻ്റെയും സർവോപരി ഒരു നാടിൻ്റെ മുഴുവൻ സ്നേഹവായ്പിൻ്റെയും പിൻബലത്തിൽ ഈ നാടിൻ്റെ അക്ഷരവിളക്കായി മാറുകയായിരുന്നു. 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം സമുചിതമായി ആഘോഷിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ സരോജിനി മുഖ്യ അതിഥിയായി. പുതിയതായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് ബാഗ്, സൈക്കിൾ തുടങ്ങിയ സമ്മാനങ്ങൾ നൽകി വിദ്യാലയത്തിലേക്ക് വരവേറ്റു. മുൻ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നൽകി. പരിസ്ഥിതി ദിനത്തിൽ പ്രീ പ്രൈമറി തലത്തിൽ ഫിംഗർ ട്രീ നിർമ്മിച്ചു. സ്കൂൾ അസംബ്ലി നടത്തി. അയാൻ മുഹമ്മദിൻ്റെ പരിസ്ഥിതി ഗാനം ഏറെ ശ്രദ്ധേയമായി. വായനാ ദിനമായി. അമ്മ വായന പരിപാടി നടത്തി. പുസ്തകങ്ങൾ അമ്മമാർക്ക് വിതരണം ചെയ്തു. MPTA പ്രസിഡന്റ് റോഷ്നിക്ക് പുസ്തകം നൽകി ഉദ്ഘാടനം ചെയ്തു. അമ്മമാരുടെ വായനാനുഭവം മാതൃകിരണം എന്ന പേരിൽ മാഗസിൻ പുറത്തിറക്കി. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി അക്കര ജസീനയാണ് മാഗസിൻ പ്രകാശനം ചെയ്തത്. ശാസ്ത്ര പ്രദർശനമേള. ക്ലാസ് തലത്തിൽ വ്യത്യസ്ത വിഷയത്തിൽ ശാസ്ത്ര എക്സിബിഷൻ നടത്തി. 1ാം ക്ലാസ്സുകാർ വിവിധയിനം സസ്യങ്ങൾ വർഗീകരിച്ചു, അലങ്കരിച്ചു. 2ാം ക്ലാസ്സുകാർ ജന്തുലോകവും 3ാം ക്ലാസ്സുകാർ ഔഷധ സസ്യങ്ങളും 4ാം ക്ലാസ്സുകാർ ലഘുപരീക്ഷണങ്ങളും കാഴ്ചവെച്ചു. സ്കൂൾ ഇലക്ഷൻ. വാശിയേറിയ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ മുഹമ്മദ് ഹാഫിസ് സ്കൂൾ ലീഡറായി. 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായത്. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും മനസ്സിലാക്കാനുള്ള വലിയൊരു വേദിയായി സ്കൂൾ ഇലക്ഷൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യം ലഹരിയിൽ നിന്ന് എന്ന വലിയൊരു സന്ദേശം സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയം ആഘോഷിച്ചത്. ലഹരിയിൽ നിന്നാണ് ഇന്നത്തെ തലമുറ സ്വാതന്ത്ര്യം നേടേണ്ടത് എന്ന വലിയൊരു തിരിച്ചറിവിൽ നിന്നാണ് വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ അവബോധം നടത്തി ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തിയത്. പൊതുജനമധ്യേ സ്വാതന്ത്ര്യം ലഹരിയിൽ നിന്ന് എന്ന് മുദ്രാവാക്യം വിളിച്ച് വിവിധ വേദികളിൽ പ്രസംഗവും ഗാനവും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണർവ് എന്ന പേരിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ക്ലാസ് തലത്തിൽ കുട്ടികൾ നേതൃത്വം നൽകുന്ന മലയാളം, ഇംഗ്ലീഷ് അസംബ്ലികൾ നടത്തി. നമ്മുടെ വിദ്യാലയത്തിലെ കിഡ്സ് ടിങ്കറിംഗ് ലാബ് ശ്രദ്ധേയമായ നേട്ടത്തിലൂടെ ലോക റെക്കോർഡ് കരസ്ഥമാക്കി. സാങ്കേതിക വിദ്യയുടെ നവീന ആശയമായ കിഡ്സ് ടിങ്കറിംഗ് ലാബ് ഈ സ്കൂളിൽ ഈ വർഷം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത മൊബൈൽ ആപ്പ് വിദഗ്ധനായ അഭിനവ് കല്ലൂഴിയുടെ മാർഗനിർദ്ദേശത്തോടെയാണ് ലാബ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ലാബിലെ 20 കുട്ടികൾ സ്കൂളിന് സ്വന്തമായ ഒരു മൊബൈൽ ആപ്പ് നിർമ്മിക്കുകയും സ്വന്തമായ ഒരു മൊബൈൽ ആപ്പ് വികസിപ്പിച്ചതിന് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൂടെ ലോക റെക്കോർഡ് നേടുകയും ചെയ്തു. കുട്ടികൾ നിർമ്മിച്ച ALP സ്കൂൾ അരിയൂർ എന്ന മൊബൈൽ ആപ്പ് ഇന്ന് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ജനറൽ PTA തെരഞ്ഞെടുപ്പ്. ഈ വർഷത്തെ ജനറൽ PTA തെരഞ്ഞെടുപ്പിലൂടെ ശ്രീ ബഷീർ PTA പ്രസിഡൻ്റാവുകയും ശ്രീമതി സൈഫുന്നീസ PK MPTA പ്രസിഡൻ്റായി സ്ഥാനമേൽക്കുകയും ചെയ്തു. 15 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായി സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ വർഷത്തെ PTA അകമഴിഞ്ഞ സഹകരണവും സഹവർത്തിത്വവും ഉണ്ടായിരുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA N. ഷംസുദ്ദീൻ നിർവഹിച്ചു. സ്കൂൾ ടുവേർഡ്സ് സ്മാർട്ട് സ്കൂൾ. നമ്മുടെ വിദ്യാലയം സമ്പൂർണ്ണ സ്മാർട്ട് സ്കൂളാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്മാർട്ട് സ്കൂൾ പദ്ധതി നടപ്പിലാക്കി. മണ്ണാർക്കാട് റോട്ടറി ക്ലബ്ബ്, നാട്ടുകൽ മധുസൂദനൻ, അമാന ട്രേഡിംഗ് കമ്പനി, ശ്രീമതി അനിത ടീച്ചർ, ശ്രീ രാഹുൽ മാസ്റ്റർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രീകൃഷ്ണപുരം എന്നിവർ വിദ്യാലയത്തിലേക്ക് TV സ്പോൺസർ ചെയ്തു. പഠന മികവിൻ്റെ നേർസാക്ഷ്യമായ LSS ജേതാക്കളെ അനുമോദിച്ചു. കഴിഞ്ഞ വർഷം ചരിത്ര വിജയം നേടി 17 LSS ജേതാക്കളാണ് നമുക്കുണ്ടായിരുന്നത്.
LSS റിസൾട്ട് അറിഞ്ഞ ദിവസം മധുരവുമായി അധ്യാപകർ വിജയികളുടെ വീടുകളിൽ പോയി വിജയ മധുരം നൽകി. കൂടാതെ 100ാം വാർഷിക പ്രവർത്തന പദ്ധതികളുടെ ഉദ്ഘാടന വേളയിൽ വിദ്യാലയത്തിൽ അനുമോദന ചടങ്ങ് നടത്തി. മുൻ അധ്യാപകരായ വിജയലക്ഷ്മി ടീച്ചർ, മുഹമ്മദ് മാസ്റ്റർ, അനിത ടീച്ചർ എന്നിവർ വിജയികൾക്ക് ഉപഹാരങ്ങൾ നൽകി. വിഷരഹിത ഭക്ഷണം. വിഷരഹിത ഭക്ഷണം കറിവേപ്പിലയിൽ നിന്ന് എന്ന പദ്ധതി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും കറിവേപ്പില തൈ വിതരണം ചെയ്തു. ദിനപത്രങ്ങൾ വിതരണം. പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുക, വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ മലയാള മനോരമ, മാതൃഭൂമി, സുപ്രഭാതം, ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങൾ വിവിധ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും സഹകരണത്തോടെ വിതരണം ചെയ്യാൻ തുടങ്ങി. ഒന്നിച്ചോണം 2025 ഐക്യത്തിൻ്റെ സന്ദേശം ഒന്നിച്ചോണം 2025 എന്ന പേരിൽ അതിഗംഭീരമായി നമ്മുടെ വിദ്യാലയം ഈ വർഷത്തെ ഓണം ആഘോഷിച്ചു. ഓല ചൂൽ നിർമ്മാണം, ഓണച്ചൊല്ല് തുടങ്ങിയ മത്സരങ്ങൾ രക്ഷിതാക്കൾക്കായി നടത്തി. 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കൈകുട്ടിക്കളി പരിപാടിക്ക് പ്രത്യേക ആകർഷണമായി. ഓണപ്പാട്ടുകളും ഓണക്കളികളും ആഘോഷത്തെ സജീവമാക്കി. എല്ലാവരും ഒരുമിച്ച് ഓണസദ്യയുമൊരുക്കി. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സോഷ്യൽ പ്രവൃത്തി പരിചയമേള. വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്കുള്ള അഭിരുചി വളർത്തുവാൻ സ്കൂൾ തലത്തിൽ മേളകൾ നടത്തി. AUP സ്കൂൾ കുമരമ്പത്തൂരിലെ അധ്യാപകരായിരുന്നു വിധികർത്താക്കൾ. സ്കൂളിന് സബ് ജില്ലാ മേളയിലും ഒട്ടനേകം A ഗ്രേഡുകളും നമ്പർ ചാർട്ടിന് വിസ്ന ഫാത്തിമയ്ക്ക് 2ാം സ്ഥാനവും ലഭിച്ചു. കിളിക്കൊഞ്ചലും കലോത്സവവും. ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേജ് ഇനങ്ങളിലും ഓഫ് സ്റ്റേജ് ഇനങ്ങളിലും നിരവധി കുട്ടികൾ പങ്കെടുത്തു. സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലാണ് ഈ വർഷത്തെ കലോത്സവം നമ്മുടെ വിദ്യാലയം ഏറ്റെടുത്ത് നടത്തിയത്. പ്രീ പ്രൈമറി തലത്തിൽ കിളിക്കൊഞ്ചൽ എന്ന പേരിൽ വേറിട്ട് തന്നെ കലോത്സവം അരങ്ങേറി. കലാപ്രതിഭകൾക്ക് വിവിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങളും നൽകി. സോണൽ ഉപജില്ലാ കലോത്സവത്തിലും മികച്ച വിജയം നേടാൻ നമുക്കായിട്ടുണ്ട്. അറബിക് ക്യുസിന് ബിഷിർ 1ാം സ്ഥാനം നേടി. നാടോടി നൃത്തത്തിൽ ദേവനന്ദ 3ാം സ്ഥാനം കരസ്ഥമാക്കി. വൈദേഹി, അലിം, അൽഫിയ എന്നിവർക്ക് വിവിധ ഇനങ്ങളിൽ A ഗ്രേഡ് നേടാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം ആദ്യമായി ആരംഭിച്ച സ്വാമിനാഥൻ മാസ്റ്റർ മെമ്മോറിയൽ എവർ റോളിംഗ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ നമ്മുടെ വിദ്യാലയം ചരിത്ര വിജയം കരസ്ഥമാക്കി. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ശക്തമായ പോരാട്ടത്തിലൂടെയാണ് നമ്മുടെ വിദ്യാലയം കപ്പ് കരസ്ഥമാക്കിയത്. ഫുട്ബോൾ പരിശീലകൻ N. അരുണിൻ്റെ പരിശീലനവും പ്രോത്സാഹനവും ടീമിൻ്റെ പ്രകടനത്തിന് വലിയ പിന്തുണയായി. കായികമേള. സ്കൂൾ തല കായികമേള ആവേശകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു. മേളയിൽ കുട്ടികൾ കടുത്ത മത്സരം കാഴ്ചവെച്ചു. പല മത്സരങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ടീം സ്പിരിറ്റും കായികശേഷിയും കൊണ്ട് ചാമ്പ്യന്മാർ മൈതാനം ആവേശഭരിതമാക്കി. നൂറിൻ്റെ നിറവിൽ ഒരു 100 കൂട്ടം കാര്യങ്ങൾ എന്ന ശതാബ്ദി ആഘോഷങ്ങൾ അതിൻ്റെ ഭാഗമായി അടുപ്പില്ല ആഹാരം അറിവോടെ രുചിയും എന്ന പരിപാടി നടത്തി. രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച ഈ മത്സരം വളരെ ശ്രദ്ധേയമായിരുന്നു.
വേവിക്കാത്ത വിഭവങ്ങൾ തയ്യാറാക്കുന്ന പാചക മത്സരമാണ് രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ചത്. മത്സരത്തിൽ 1-ാം സ്ഥാനം മുബീന KP, 2-ാം സ്ഥാനം ഷിഫ MP, 3-ാം സ്ഥാനം വിദ്യ എന്നിവർ കരസ്ഥമാക്കി. സർഗോത്സവം ചിത്ര പ്രതിഭകൾ. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മേഖലാതല സർഗോത്സവത്തിൽ മികച്ച 5 ചിത്രരചനാ പ്രതിഭകളിൽ നമ്മുടെ വിദ്യാലയത്തിലെ നിവേദും ആര്യ ശിവതയും തിരഞ്ഞെടുക്കപ്പെട്ടു. സർഗോത്സവം 2025 പഠനവും അനുഭവവും ചേർന്ന പഠന ക്യാമ്പ്. വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മുറിക്ക് പുറത്തുള്ള അനുഭവ പഠനം നൽകുന്നതിനായി സർഗോത്സവം പഠന ക്യാമ്പ് 2025 സംഘടിപ്പിച്ചു. അറിവും കലാപരിപാടികളും നാടൻ പാട്ടുകളും വിവിധ കലാരൂപങ്ങളും ഉൾപ്പെടുത്തിയ പരിപാടികൾ ക്യാമ്പിൻ്റെ പ്രധാന ആകർഷണമായി. ഫയർ ആൻഡ് സേഫ്റ്റി, ഡെമോ, പോലീസ് സ്റ്റേഷൻ സന്ദർശനം, വിവിധ തൊഴിലിടങ്ങൾ സന്ദർശിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് സമൂഹത്തെ അറിയാനുള്ള അവസരമായി. ജോലി ചെയ്യുന്ന ലോകം നേരിട്ട് കാണുന്നതിനും വിവിധ സേവന സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനും ഈ സന്ദർശനങ്ങൾ സഹായകമായി. കുട്ടികളിൽ ഭയമല്ല, ചോദിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ധൈര്യവും കൗതുകവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച സർഗോത്സവം വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധേയമായ പഠന അനുഭവമായി. ഓലക്കുട ചൂടുന്നൊരു മേടുണ്ടതിനങ്ങിക്കരയെത്താൻ കൊതിയുണ്ടോ മനമേ? തൂവൽ കൊടി മിന്നുന്നൊരു കൂട്ടിൽ കളമേളത്തിന് ചങ്ങാതികളുണ്ടോ നിറയെ? വിത്തിൽ കുടികൊള്ളുന്നൊരു സാരം നിറമാർന്നാർന്നൊരു പുത്തൻ മലരാകും വഴിയേ, കണ്ണിൽ കതിരാടുന്നൊരു മുത്തായി തൊഴുതമർന്ന് വലത്ത് വച്ച് വെട്ടി ഇടത്തു കേറി കുതിച്ചു ചാടി സിംഹത്തഞ്ചം പിടിച്ച് മറ്റാന്റെ മാറിൽ കണ്ടു നീട്ടി മലപ്പുറയെ തിരിഞ്ഞു ചാടി ഗജവടുവിലമർന്നു. കളരിയടവും ചുവടിനഴകും കണ്ടു ഈ ചീരനാടിൻ വീട്. കാവലായി ചേകവരുണ്ടോ, ആശയായി നാളമൊന്നുണ്ടോ? കാടും ഈ കരയും കാക്കും വീരനേതോ, ചെഞ്ചിറയിൽ നൊന്തു പിടയ്ക്കും വൻപുഴയിൻ വീറും നോവും, ആറ്റുവാൻ രാവിലേറും സൂര്യനേതോ, വേലിതിൽ മണ്ണുരുകുമ്പോൾ മാരിയായി വിൺതകരുമ്പോൾ ചില്ലകൾ ചേർത്തു വിരിക്കും ആശ്രയമേതോ, നാടുവാഴും രാജാവേതോ, വാളുയർത്താൻ കൈയുണ്ടോ? പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജെയ്ഡൻ സ്കോളർഷിപ്പ് പരീക്ഷയിൽ മിന്നും വിജയം. ഈ വർഷത്തെ ജെയ്ഡൻ സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിലെ 40 കുട്ടികൾ A+ നേടി വിദ്യാലയം മികച്ച വിജയം കരസ്ഥമാക്കി. പിറന്നാൾ ദിനം അറിവിൻ്റെ സമ്മാനം. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായി പുസ്തക മിഠായി എന്ന പദ്ധതി നടപ്പിലാക്കി. വിദ്യാർത്ഥികൾ അവരുടെ പിറന്നാൾ ദിനത്തിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സമർപ്പിക്കുന്നതാണ് പദ്ധതി. ക്ലാസ് മാഗസിൻ. ഓരോ വിഷയ അടിസ്ഥാനത്തിൽ ക്ലാസ് തലത്തിൽ മാഗസിനുകൾ നിർമ്മിച്ചു. പതിപ്പ് നിർമ്മാണത്തിലൂടെ കുട്ടികളിൽ കല, ഭാഷ, ഗണിതം തുടങ്ങി വിവിധ വിഷയങ്ങളിലെ സർഗാത്മക ശേഷി പരിപോഷിപ്പിക്കാൻ സാധിച്ചു. കൈത്താങ്ങ്. വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളെയും B+ നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതിയാണ് കൈത്താങ്ങ്. പഠന പിന്തുണ ആവശ്യമായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 11:30 വരെ
ഭാഷയിൽ പ്രത്യേക പരിശീലനം നൽകുന്ന പദ്ധതിയായിരുന്നു കൈത്താങ്ങ്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ലിറ്റിൽ ഫെസ്റ്റ് എന്ന പേരിലുള്ള കലോത്സവം സംഘടിപ്പിച്ചു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടത്തിയ പ്രീ പ്രൈമറി കലോത്സവം ലിറ്റിൽ ഫെസ്റ്റ് ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിലാണ് അരങ്ങേറിയത്. കഥ പറച്ചിൽ, ഒപ്പന, സംഘനൃത്തം തുടങ്ങി വിവിധ മത്സരങ്ങളിൽ 10ഓളം വിദ്യാലയങ്ങളിൽ നിന്ന് 200-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു.